പ്രിയ സുഹൃത്തുക്കളെ, കന്യാകുമാരി ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കോതയാർ. എൻ്റെ FB സുഹൃത്തും സഹാവുമായ ശ്രീ ബെന്നറ്റ് എബ്രഹാമിനൊപ്പം ഞാൻ നടത്തിയ ഒരു യാത്രയുടെ വീഡിയോ ചിത്രീകരണം ആണിത്. ആറ്റൂരുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ റിഹ ഒപ്റ്റിക്കൽസിൽ നിന്നും ഞങ്ങൾ ഒരുമിച്ച് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സിലാണ് കോതയാറിലേക്ക് യാത്ര തിരിച്ചത്. നല്ലൊരു ഓഫ് റോഡ് യാത്രയുടെ അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരു യാത്രയാണിത്. പേച്ചിപ്പാറ ഡാമിൽ നിന്നും 18 കിലോമീറ്റർ അകലെയാണ് കോതയാർ. പേച്ചിപ്പാറ റിസർവോയറിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തോട്ടം മേഖലയിലൂടെ വനത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയും. ആനയും പുലിയും ഉൾപ്പെടെ വന്യജീവികൾ വിഹരിക്കുന്ന കോതയാർ വനത്തിലേക്കുള്ള യാത്ര നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. കോതയാറിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് അപ്പർ കോതയാർ ഡാമും ലോവർ കോതയാർ ഡാമും. 1897, 1906 കാലഘട്ടത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ലോവർ കോതയാർ ഡാം പണി പൂർത്തീകരിച്ചത്. വൈദ്യുത ഉൽപ്പാദനത്തിന് വേണ്ടിയും ജലസേചനത്തിന് വേണ്ടിയും ഈ ഡാമിലെ ജലം ഉപയോഗിക്കുന്നു. 1964, 1972 കാലഘട്ടത്തിലാണ് അപ്പർ കോതയാർ ഡാം നിർമ്മിക്കുന്നത്. വൈദ്യുത ഉൽപ്പാദനത്തിന് വേണ്ടിയാണ് ഈ ഡാം സ്ഥാപിച്ചത്. ഇത് മോതിരമലൈ വാട്ടർഫാൾസ്. കോതയാർ ഡാമിലേക്ക് ഉള്ള യാത്രയിൽ റോഡ് സൈഡിൽ തന്നെയുള്ള മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത്. ഞങ്ങളിവിടെ എത്തുമ്പോൾ വെള്ളം വളരെ കുറവായിരുന്നു. മഴ സമയത്താണ് ഇവിടെ കാണാൻ അതിമനോഹരം. ഇന്നും തനിമ നിലനിർത്തുന്ന ഈ വനഭൂമിയിലേക്കുള്ള യാത്ര ആസ്വാദ്യകരമാണ്. മഴക്കാലത്ത് സജീവമാകുന്ന നിരവധി വെള്ളച്ചാട്ടങ്ങളും അരുവികളും ചെറിയ നീർച്ചാലുകളും പോകുന്ന വഴിയിൽ നമുക്ക് കാണാവുന്നതാണ്. അതിൽ പ്രധാനമാണ് മോതിരമലൈ വാട്ടർഫാൾ. റോഡ് സൈഡിൽ തന്നെയാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം. ഡാമിൻ്റെ പണിക്ക് വേണ്ടി കൊണ്ടുവന്ന തൊഴിലാളികളുടെ പിൻതലമുറ ഇപ്പോഴും ലോവർ കോതയാറിൽ താമസിക്കുന്നുണ്ട്. നിയന്ത്രണമുള്ള ഡാം ഭാഗത്തേക്ക് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവയുടെ അനുമതിയോട് മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. കുളക്കാട് മുണ്ടൻതുറൈ ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ് കോതയാർ വനമേഖല. തിരുനെൽവേലി വഴി അപ്പർ കോതയാർ ഡാമിലേക്കും മാർത്താണ്ഡം വഴി ലോവർ കോതയാർ ഡാമിലേക്കും പോകാവുന്നതാണ്. മാർത്താണ്ഡത്തു നിന്നും കുലശേഖരത്ത് എത്തിച്ചേർന്നാൽ രാവിലെ 8:30 കോതയാറിലേക്ക് 89J ബസ് ലഭിക്കും. സ്വന്തം വാഹനത്തിലും കോതയാറിലേക്ക് പോകാവുന്നതാണ്. ബസ് വളരെ പരിമിതമാണ്. ഇവിടേക്ക് യാത്ര പോകുന്നവർ ഭക്ഷണം കരുതേണ്ടതാണ്. കോതയാറിൽ തങ്കഭവൻ ക്യാൻറ്റീൻ എന്ന ഒരു കട മാത്രമേ ഉള്ളൂ. അവിടെ സ്നാക്സും ചായയും മാത്രമേ കിട്ടുകയുള്ളൂ. ജനവാസ മേഖലയിൽ ചെറിയ കടകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതും പരിമിതമാണ്. ബസ്സിൽ വരുന്നവർ ഉച്ചയ്ക്ക് മുൻപ് തിരികെ പോകാൻ ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ബസ് കിട്ടിയില്ല എന്നും വരാം. വൈകുന്നേരം മാത്രമേ കോതയാറിൽ നിന്നും തിരികെ ബസ് ലഭിക്കൂ. ബസ് കിട്ടാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ കാടിനുള്ളിലൂടെ മോതിരമലൈ വാട്ടർഫാൾസ് വരെ 2 മണിക്കൂറിലധികം നടക്കുകയും അവിടെ നിന്നും ബസ്സിൽ തിരികെ പോകുകയും ആണ് ചെയ്തത്.
അപ്പർ കോതയാർ ഡാമിലെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് അപ്പർ കോതയാർ വിഞ്ച് സ്റ്റേഷൻ. ലോവർ കോതയാർ ക്യാമ്പിൽ നിന്നും തൊഴിലാളികളെ അപ്പർ കോതയാറിലേക്ക് ഡാം പണിക്ക് കൊണ്ടുപോകുന്നതിലേക്കാണ് കൊടുംവനത്തിലൂടെ ഈ വിഞ്ച് സ്ഥാപിച്ചത്. ഇന്നതൊരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. കോതയാർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കോതയാർ നദിയിലാണ് അപ്പർ കോതയാർ, ലോവർ കോതയാർ ഡാമുകൾ. വൈദ്യുത ഉൽപ്പാദനത്തിന് ശേഷം ഡാമിൽ നിന്നും പുറന്തള്ളുന്ന ജലം കോതയാർ നദിയിലൂടെ പേച്ചിപ്പാറ അണക്കെട്ടിൽ എത്തുന്നു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന രാമവർമ്മ ശ്രീമൂലം തിരുനാൾ രാജാവിൻ്റെ കാലത്ത് തന്നെയാണ് പേച്ചിപ്പാറ അണക്കെട്ട് നിർമ്മിക്കുന്നത്. ഈ അണക്കെട്ടിലെ ജലം കൃഷിക്കും ജലസേചനത്തിനും ഉപയോഗിക്കുന്നു. ലോവർ കോതയാർ ഡാമിൻ്റെ പ്രവേശന മാർഗത്തിൽ മനോഹരമായ ഒരു പഴയ പാലം സ്ഥിതി ചെയ്യുന്നുണ്ട്. മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണിത്. തിരുവിതാംകൂർ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ പാലം നിർമ്മിച്ചത്. ഈ പാലത്തിനടിയിലൂടെയാണ് കോതയാർ നദി പേച്ചിപ്പാറ ഡാമിലേക്ക് എത്തുന്നത്. ആസ്വദിക്കാൻ മനസ്സുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും അടുത്ത ബസ് സ്റ്റോപ്പിലേക്കുള്ള യാത്ര പോലും മനോഹരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ യാത്രാസ്നേഹികൾക്ക് എളുപ്പം പോയി വരാനും യാത്ര ആസ്വദിക്കാനും കഴിയുന്ന ഒരിടമാണ് കോതയാർ. എല്ലാ പ്രിയ സ്നേഹിതർക്കും യാത്ര മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.